ദുനിയാവിൽ വെച്ച് ഇഹലോകത്തിൽ വെച്ച് ആ ഇഹലോകത്തുള്ള ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങൾ അത് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങളാണ് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നതായി മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് സ്വഹീഹുൽ ജാമിഇലെ 1133 നമ്പർ ഹദീസായി നമുക്ക് കാണാൻ കഴിയും. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഇത്രയും പവിത്രതകൾ ദുൽഹിജ്ജ മാസത്തിൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങൾക്കുണ്ട് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ആ ഖുർആൻ എടുത്തു പറഞ്ഞ അയ്യാമം മഅദൂദാത്ത് എന്ന് ഖുർആൻ എടുത്തു പറഞ്ഞത്, പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച വലയാലിൻ അശ്ർ എന്ന് ഖുർആൻ എടുത്തു പറഞ്ഞത്, അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല യദ്കുറു ഇസ്മല്ലാഹ ഫീ അയ്യാമിൻ മഅലൂമാത്ത് എന്ന് ഖുർആൻ പഠിപ്പിച്ച കാര്യം, ഇത് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞതൊക്കെ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളുടെ പവിത്രതകളാണ് എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഇനി പ്രിയമുള്ള സഹോദരങ്ങളെ, ആ 10 ദിവസങ്ങളുടെ കർമ്മങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ട്. ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളുടെ കർമ്മങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ട്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൽ അമലു ഫീ അയ്യാമിൽ അശ്രി അഫ്ളല മിനൽ അമലി ഫീ ഹാദിഹി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ 10 ദിവസങ്ങളിൽ, അതായത് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളെ എണ്ണി പഠിപ്പിച്ചുകൊണ്ട് ആരെങ്കിലും സൽക്കർമ്മങ്ങൾ നിർവഹിക്കുന്ന സൽക്കർമ്മങ്ങളെക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു സൽക്കർമ്മങ്ങളും ഇല്ല എന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഈ വാക്ക് റസൂലിൽ നിന്ന് സ്വഹാബത്ത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് ചോദിക്കുകയാണ്, ഖാലൂ വലൽ ജിഹാദു, അള്ളാന്റെ റസൂലെ, ജിഹാദിനേക്കാളും വലുതാണോ, അള്ളാന്റെ മാർഗത്തിൽ നടക്കുന്ന ധർമ്മസമരത്തെക്കാൾ വലുതാണോ എന്ന് ചോദിച്ചപ്പോൾ ഖാല, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വലൽ ജിഹാദു, അതേ ജിഹാദിനേക്കാൾ വലുതാണ്. എന്നാൽ ഇല്ലാ റജുലുൻ ഖറജ യുഖാതിറു ബിനഫ്സിഹി വമാലിഹി ഫലം യർജിഉ ബിശൈഇൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ. ജിഹാദിനേക്കാൾ വലുതാണ്, എന്നാൽ ഒന്നിൽ നിന്നൊഴികെ, അതായത് യുദ്ധത്തിലേക്ക് സമ്പത്ത് കൊണ്ടും ആരോഗ്യം കൊണ്ടും യുദ്ധഭൂമിയിലേക്ക് പോവുകയും അതിൽ ഒന്നും പെടാതെ ഷഹീദായി പോവുകയും ചെയ്ത, രക്തസാക്ഷിയായി പോവുകയും ചെയ്തവർ ഒഴികെ അവരതിൽ പെടൂല. ആ കർമ്മങ്ങളെക്കാൾ, അല്ലെങ്കിൽ ദുൽഹിജ്ജ 10 കർമ്മങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് സമ്പത്തും ശരീരവും യുദ്ധഭൂമിയിൽ രക്തം ചിന്തി മരണപ്പെട്ട ഷഹീദുകളായവരൊഴികെ. എന്നാൽ യുദ്ധഭൂമിയിൽ പോരാടുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ കർമ്മങ്ങളാണ് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളുടെ കർമ്മങ്ങൾക്ക് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാം. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മാമിൻ അയ്യാമിൽ അമലുസ് സ്വാലിഹു ഫീഹാ അഹബ്ബു ഇലല്ലാഹ് മിൻ ഹാദിഹിൽ അയ്യാം, യഅനി അയ്യാമൽ അശ്ർ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങൾക്ക്, ആ ദിവസങ്ങളെക്കാൾ അള്ളാഹുവിന് സൽക്കർമ്മങ്ങൾ ഇഷ്ടമുള്ള മറ്റൊരു കർമ്മവും വേറെയില്ല. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സൽക്കർമ്മങ്ങൾ ഏതാണ്? ആ സൽക്കർമ്മങ്ങൾ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളിലെ കർമ്മങ്ങൾക്കാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ മാസത്തിൽ, ദുൽഹജ്ജ് മാസത്തിൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങളുടെ മഹിമ പഠിപ്പിക്കുകയാണ് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കർമ്മങ്ങൾക്ക് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്, ഒരുപാട് പ്രത്യേകതകളുണ്ട്. അങ്ങനെയുള്ള ഒരു കർമ്മം, ആ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങളെക്കാൾ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു കർമ്മവുമില്ല എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇമാം അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന 2438 നമ്പർ ഹദീസിൽ മഹാനായ ഷെയ്ഖ് അൽബാനിയെ പോലെയുള്ള പണ്ഡിതന്മാർ ഹസനാണെന്നും സ്വഹീഹാണെന്നും രേഖപ്പെടുത്തിയ ഹദീസുകളാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ്. മറ്റൊരു റിപ്പോർട്ടിൽ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് കാണാം, റമദാൻ മാസത്തിലെ അവസാനത്തെ 10 പകലുകളെക്കാൾ ശ്രേഷ്ഠമാണ് ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളുടെ പകലുകൾക്ക് എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പറയാണ്,
അതായത് പിന്നെ റമദാനിലെ അവസാനത്തെ 10, ആ അവസാനത്തെ 10 പകലുകളെക്കാൾ ശ്രേഷ്ഠമാണ് ദുൽഹജ്ജ് മാസത്തിലെ ആദ്യ 10 പകലുകൾക്ക്. എന്താണ് അത്ര ശ്രേഷ്ഠതകളും മഹിമകളും ഉണ്ട് എന്ന് വരെ പണ്ഡിതന്മാർ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയ വരികൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ദുൽഹജ്ജ് മാസം എന്നതൊരു നിസ്സാരമായ സംഭവമല്ല. ദുൽഹജ്ജ് മാസത്തിന്റെ പകലുകൾ, ദുൽഹജ്ജ് മാസത്തിന്റെ രാത്രികൾ അതൊരു നിസ്സാരമായതല്ല. അള്ളാഹിന്റെ അടുക്കൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അമലുകളായി നമ്മുടെ അമലുകൾ മാറുന്ന ദിവസങ്ങളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച ആ 10 ദിവസങ്ങൾ. ഒരിക്കലും നഷ്ടപ്പെടുത്താതെ ഇബാദത്തിന്റെ മേഖലയിൽ മുന്നേറേണ്ട ആ ദിവസങ്ങൾ നന്നായി ശ്രദ്ധിക്കാൻ നമുക്ക് കഴിയണം എന്നർത്ഥം. ശ്രേഷ്ഠമുള്ള കർമ്മങ്ങളാണ് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ദുൽഹജ്ജ് മാസത്തിലെ 10 ദിവസങ്ങൾ ഇത്രയും ശ്രേഷ്ഠമാകാനുള്ള കാരണം എന്താണ് എന്നുകൂടി പഠിപ്പിക്കുന്നുണ്ട്. എന്ത് കാരണം കൊണ്ടാണ് ഈ ദുൽഹജ്ജ് മാസത്തിൻ്റെ ഈ 10 ദിവസങ്ങൾക്ക് ഇത്ര പ്രതിഫലം ലഭിക്കാനുള്ള കാരണം എന്താണ്? അവിടെ പണ്ഡിതന്മാർ പഠിപ്പിച്ചിടത്തു കാണാം, ഇജ്തിമാഉ ഉമ്മഹാത്തുൽ ഇബാദത്ത് ഫീഹ്, അതായത് ഇബാദത്തുകൾ ഒരുമിച്ച് കൂടുന്ന മാസമാണ്. എന്നിട്ട് പറഞ്ഞു വഹിയ സ്വലാ, നമസ്കാരവും, വസ്സിയാം, നോമ്പും, വസ്സദഖ, സ്വദഖയും, വൽ ഹജ്ജു, ഹജ്ജും ഒരുമിക്കുന്നൊരു മാസം. ഇതെല്ലാം ഒരുമിക്കുന്നൊരു മാസമാണ് ഏത്? ദുൽഹജ്ജ് മാസം. ആ ദുൽഹജ്ജ് മാസത്തിൻ്റെ ആ ദിവസങ്ങളുടെ പ്രത്യേകത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിനെ വിവരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് ഫതഹുൽ ബാരിയിൽ നമുക്ക് കാണാം. അതിൻ്റെ 2-ാം വാള്യത്തിൻ്റെ 460-ാമത്തെ പേജിൽ ഇതിൻ്റെ ഫضل വിവരിക്കുന്നതായി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്തരം കർമ്മങ്ങളൊക്കെ ഒരുമിച്ച് കൂടുന്നൊരു മാസം എന്നതുകൂടിയാണ് ഈ ദുൽഹജ്ജ് മാസത്തിൻ്റെ പ്രത്യേകതയായി പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തന്നത്. ഇനി സഹോദരങ്ങളെ, ആദ്യത്തെ 10 വെള്ളിയാഴ്ചക്കൊരു പ്രത്യേകതയുണ്ട്. ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 വെള്ളിയാഴ്ചക്കൊരു പ്രത്യേകത പഠിപ്പിക്കാൻ. എന്താണ്? മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ദുൽഹജ്ജ് മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ചയുടെ പ്രത്യേകത. മഹാനായ ഇബ്നു ഹജർ റഹിമഹുല്ലാ പറയുന്ന വാചകം നമുക്ക് കാണാം, യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം, ഫീ അശരി ദുൽഹിജ്ജ, അത് ദുൽഹിജ്ജയിലെ പിന്നെ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ പ്രത്യേകത പറയാണ്. 2 ശ്രേഷ്ഠതകൾ ഒരുമിക്കുന്നു എന്നതാണ്. അതായത് ദുൽഹിജ്ജ 10 ശ്രേഷ്ഠതയും അതേപോലെ തന്നെ വെള്ളിയാഴ്ചയുടെ ശ്രേഷ്ഠതയും ഒരുമിക്കുന്നു എന്നുള്ളത് കൂടി അതിൻ്റെ പ്രത്യേകതയായി മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിക്കുന്നതായി കാണാം. അപ്പം ഇങ്ങനെ റമദാൻ പിന്നെ ദുൽഹജ്ജ് മാസത്തിൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങളുടെ ഫضലുകൾ ഇങ്ങനെ വിവരിക്കുന്നുണ്ട്. ഈ 10 ദിവസങ്ങളിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്തെല്ലാം കാര്യങ്ങൾ സൂക്ഷിക്കണം? ഒന്ന്, നമ്മൾ കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞതുപോലെ തന്നെ ഉദ്ഹിയ്യത്തിന് നിയ്യത്താക്കിയിട്ടുള്ള ആളുകളുണ്ടാവും. ആക്കാത്തവർ വളരെ പെട്ടെന്ന് അതിൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കുകയും കമ്മിറ്റിയുമായി വിവരങ്ങൾ അറിയിക്കുകയും ചെയ്യണം. ഉദ്ഹിയ്യത്ത് എന്നത് അതിൻ്റെ ഫضലുകളും ശ്രേഷ്ഠതകളും കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ വിശദീകരിച്ചതാണ്. ഉദ്ഹിയ്യത്തിന് നിയ്യത്താക്കിയ ആളുകൾ അവർ മുൻകൂട്ടി നഖവും മുടിയുമൊക്കെ മുറിച്ച് ഒരുങ്ങേണ്ട ഒരു മാസത്തിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ ആ നിയ്യത്താക്കിയ കുടുംബത്തിലുള്ള ആളുകളൊക്കെ ആ കാര്യങ്ങൾ സൂക്ഷിക്കണം. ഒന്നിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ നഖവും മുടിയുമൊന്നും മുറിച്ചു മാറ്റുന്നത് ഖൈറുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്ത് നമ്മൾ എന്ത് ചെയ്യണം? കരസ്ഥമാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ദുൽഹജ്ജ് മാസത്തിൻ്റെ ആദ്യത്തെ ദിവസം മുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അള്ളാഹുവിനെ സ്മരിക്കേണ്ട ദിവസങ്ങളാണ്, ധാരാളം അള്ളാഹിനെ ഓർത്തുകൊണ്ട് ജീവിക്കേണ്ട ദിവസങ്ങളാണ്. പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറഞ്ഞു, വദ്കുറുല്ലാഹ ഫീ അയ്യാമിൻ മഅലൂമാത്ത്, എണ്ണപ്പെട്ട ദിവസങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കുക. നേരത്തെ പറഞ്ഞല്ലോ, എണ്ണപ്പെട്ട ദിവസങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അത് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 അറിയപ്പെട്ട ദിവസങ്ങളിൽ അവർ അള്ളാഹുവിനെ സ്മരിക്കുവാനും വേണ്ടിയാണ്. അതുകൊണ്ട് തസ്ബീഹുകളും തക്ബീറുകളും തഹ്ലീലുകളും ഒക്കെ ധാരാളം ഉരുവിടേണ്ട ദിവസങ്ങളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ധാരാളം നമ്മുടെ ജീവിതത്തിൽ ഉരുവിടേണ്ട ദിവസങ്ങളാണ്. തക്ബീറുകൾ, അല്ലാഹു അക്ബർ എന്ന തക്ബീറുകൾ ധാരാളമായി ഉരുവിടേണ്ട ദിവസങ്ങളാണ്. തസ്ബീഹുകൾ ഉരുവിടേണ്ട ദിവസങ്ങളാണ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് തുടങ്ങിയ ദിക്റുകൾ വർദ്ധിപ്പിക്കേണ്ട ദിവസങ്ങളാണ്.
അള്ളാൻ്റെ അടുത്ത് ഏറ്റവും അമലുകൾക്ക് ഏറ്റവും പ്രതിഫലം ലഭിക്കുന്ന, അള്ള ഇഷ്ടപ്പെടുന്ന അമലുകളെ ഇഷ്ടപ്പെടുന്ന ഒരു മാസം കൂടിയാണ് എന്ന് മനസ്സിലാക്കുക. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അവിടെ നോമ്പിനെ സംബന്ധിച്ചും പറഞ്ഞു. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നതായി സ്വഹാബത്ത് നമുക്ക് വിശദീകരിച്ചു തരാൻ. റസൂലുള്ളാഹിൻ്റെ ഭാര്യമാർ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഭാര്യമാർ പഠിപ്പിക്കുന്നതായി അൻ ഇംറഅത്തിൻ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ പറയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഭാര്യമാർ, അസ്വാജി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലത്ത്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഭാര്യമാർ അവിടെ നിന്ന് പറഞ്ഞു, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ യസൂമു തിസ്അ ദിൽഹിജ്ജ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുൽഹിജ്ജ മാസം വന്നാൽ 1 മുതൽ 9 വരെ റസൂലുള്ളാഹി നോമ്പെടുക്കുമായിരുന്നു. 9 വരെ നോമ്പെടുക്കുമായിരുന്നു. 10ന്റെ പ്രതിഫലം പറഞ്ഞെങ്കിൽ 9 ദിവസം വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുക്കുമായിരുന്നു. 1 മുതൽ 9 വരെ തുടർച്ചയായി നോമ്പെടുക്കുന്നതിൽ വിരോധമില്ല. സുനനു അബൂദാവൂദ് ഉദ്ധരിക്കുന്ന 2437 നമ്പർ ഹദീസിൽ സഹീഹ് അൽബാനി, ഷെയ്ഖ് അൽബാനി സഹീഹാണെന്ന് രേഖപ്പെടുത്തിയ ഹദീസാണ്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസിൽ എന്താ പറഞ്ഞത്? 9 ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് നോമ്പെടുത്തിരുന്നു. അതിൽ 9ാമത്തെ ദിവസം അറഫയുടെ നിയ്യത്ത് കൂടി ഉണ്ടാകുമെന്നർത്ഥം. അപ്പോൾ 9 ദിവസം നോമ്പെടുക്കാം. 10ാമത്തെ ദിവസം ഈദുൽ ഫിത്തറാണ്. അന്ന് നോമ്പെടുക്കുന്നത് നിഷിദ്ധമാണ്. അന്ന് നോമ്പെടുക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വൃഥാനുഷ്ഠാനം പിടിച്ചിരുന്നൊരു മാസം കൂടിയാണ്. ആ ആദ്യത്തെ 9 ദിവസങ്ങൾ റസൂലുള്ളാഹി നോമ്പെടുത്തതായി ഹദീസുകളിൽ നമുക്ക് കാണാം. ഇനി സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊന്ന്, അറഫയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഏറ്റവും നല്ല പ്രാർത്ഥന, സ്വീകാര്യമായ ദുആ, അത് യൗമു അറഫ, അറഫയിലുള്ള ദുആയാണ്. അറഫാ ദിവസത്തിലുള്ള പ്രാർത്ഥനയ്ക്ക് അല്ലാഹുവിന്റെ അടുത്ത് വലിയ വിലയുണ്ട്. മാത്രമല്ല, അറഫാ ദിവസം ദുൽഹിജ്ജ 9ന്റെ അന്ന് നമ്മളെല്ലാവരും ആളുകൾ അറഫയിലേക്ക് പ്രവേശിക്കുന്ന, അല്ലെങ്കിൽ ആ സ്മരണയെ ഉണർത്തിക്കൊണ്ടു തന്നെ ദുൽഹിജ്ജ 9ന്റെ അന്ന് നോമ്പെടുക്കണമെന്നാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, സിയാമു യൗമി അറഫ, അറഫ നോമ്പിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കപ്പെട്ടു. ആ സമയത്ത് സ്വഹാബത്ത് പറയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ സനതല്ലതി ഖബ്ലഹു വസ്സനതല്ലതി ബഅദഹു. അതായത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അറഫയുടെ നോമ്പിനെ കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, കഴിഞ്ഞ വർഷത്തെയും വരാനിരിക്കുന്ന വർഷത്തിൻ്റെയും പാപങ്ങൾ പൊറുക്കാൻ അറഫയുടെ നോമ്പ് കാരണമാണ്. അപ്പോൾ അറഫ ദിവസത്തിലെ നോമ്പ് നമ്മൾ ഒരിക്കലും നിസ്സാരമായി തള്ളേണ്ട ഒന്നല്ല, വലിയ പ്രതിഫലമുള്ളതാണ്. കൂട്ടത്തിൽ ചേർത്ത് വായിക്കണം. ഇനി ഇവിടെ നമുക്കൊരു ശക്ക് വരുന്നത് എന്താ പറയുക, അറഫയുടെ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ ഒരു പക്ഷേ 9 ഒരു പക്ഷേ അവർക്ക് മുൻകൂട്ടിയായിരിക്കും. അന്ന് ചിലപ്പോൾ ഇവിടെ 8 കാരണം. അപ്പം എന്താ ചെയ്യുക? പിറ്റേ ദിവസം നോമ്പെടുത്തത് അറഫൻ്റെ നോമ്പാവുമോ എന്നൊരു സംശയം. നമ്മൾ ഒന്നും ബേജാറാവണ്ട. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന ഖൈറായ ശൈലി ദുൽഹിജ്ജ മാസം 9ന്റെ അന്ന് നോമ്പെടുക്കാനാണ്. എന്നാണോ മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് 9 നിശ്ചയിക്കുന്നത്, അന്ന് ആ നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളതാണ്. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ശൈലി, പണ്ഡിതന്മാർ വിവരിച്ചു തന്ന ശൈലി അതാണ്. ആ ശൈലിയിലൂടെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അവിടെ നമ്മൾ ഇഷ്കാലുണ്ടാക്കി, ഫസാദുകളുണ്ടാക്കി, സമൂഹത്തിൽ ഭിന്നതകളുണ്ടാക്കി, ആ വിഷയത്തിൽ അങ്ങനെ ഒന്നും വേണ്ട. എല്ലാ വിഷയത്തിലും സൂമൂലി റുഅ്യത്തിഹി അഫ്തിറൂലി റുഅ്യത്തിഹി, മാസം കണ്ടാൽ നിങ്ങൾ നോമ്പെടുത്തോളൂ, മാസം കണ്ടാൽ നിങ്ങൾ പെരുന്നാൾ ആഘോഷിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുന്ന ഒന്നാണ് വ്രതാനുഷ്ഠാനം. അതുകൊണ്ട് ആ നോമ്പിനെ കുറിച്ച് ആ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കുക. റഹ്മാനായ റബ്ബ് കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നവരുടെ കൂട്ടത്തിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്, ഊസിക്കും സാനിയം ബിത്തഖ്വല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരോടും ഉണർത്തുകയാണ്.
ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പുണ്യകർമ്മങ്ങളിൽ മുന്നേറാൻ പറ്റുന്ന ഒരവസരമാണ് യഥാർത്ഥത്തിൽ ഇതുപോലെയുള്ള മാസങ്ങളുടെയും ദിവസങ്ങളുടെയും ഒക്കെ പവിത്രതകളും പ്രത്യേകതകളും അമലുകൾക്ക് ശ്രേഷ്ഠത ലഭിക്കുന്ന ദിവസങ്ങളും മാസങ്ങളൊക്കെ എണ്ണിപ്പഠിപ്പിച്ച ദിവസങ്ങൾ. ഇതൊരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. ഒരിക്കലും നമ്മൾ പാഴാക്കി കളയാതെ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ. പരിശുദ്ധ ഖുർആനിലൂടെ 3-ാമത്തെ അധ്യായം 133-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞു, സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന, സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന അർളുഹസ് സമാവാതു വൽ അർള് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. സാരിഉ എന്ന പദം, നിങ്ങൾ ധൃതിപ്പെട്ടു പോരൂ, വേഗത്തിൽ നിങ്ങൾ കടന്നു വരൂ എന്ന് പറഞ്ഞാൽ നന്മയുടെ കാര്യത്തിൽ മുൻകടക്കാൻ പറഞ്ഞു. ഒരു നിസ്സാരമായെന്ന് നമുക്ക് തോന്നുന്ന പുണ്യകർമ്മത്തെ പോലും നമ്മൾ എന്ത് ചെയ്യരുത്, നഷ്ടപ്പെടുത്തരുത് എന്നർത്ഥം. അവിടുത്തെ വ്രതവും അദ്കാറുകളും ദിക്റുകളും ദുആകളും സ്വലാത്തുകളും ഒക്കെ ജീവിതത്തിൽ നിരന്തരം ഉരുവിട്ട്, പ്രത്യേകിച്ച് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള അമലുകൾ, അള്ളാഹ് ഇഷ്ടപ്പെടുന്ന അമലുകളായി അള്ളാഹു സ്വീകരിക്കുന്ന ഇത്തരം അവസരങ്ങളൊന്നും നമ്മൾ പാഴാക്കി കളയരുത്. പടച്ചോൻ നമ്മളോട് പറഞ്ഞത് ആ കാര്യത്തിൽ നിങ്ങൾ മുൻകടക്കണമെന്ന്. സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന, മഗ്ഫിറത്തിലേക്ക്, പാപമോചനത്തിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ടു വരിക. പാപം പൊറുക്കാനുള്ള ചാൻസുകൾ ഉള്ളിടത്തൊക്കെ നമ്മൾ മുൻകടക്കണം. നന്മകൾ കിട്ടുന്നിടത്തൊക്കെ നമ്മൾ മുൻകടക്കണം. ഒരു നന്മയും നമ്മൾ പാഴാക്കാൻ പാടില്ല. ഒരു നന്മയുടെ കാര്യത്തിലും നമ്മൾ പിന്നിലേക്ക് നിൽക്കരുത് എന്നാണ്. എന്നിട്ട് ഖുർആൻ പഠിപ്പിച്ചത് എന്താ? അർളുഹസ് സമാവാതു വൽ അർള്, ആകാശഭൂമികളെക്കാൾ വിശാലമാണ് അല്ലാഹുവിൻ്റെ സ്വർഗം. ഉഇദ്ദത് ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചതാണ് അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ. സ്വർഗം മുത്തഖീങ്ങൾക്ക് വേണ്ടി, തഖ്വയുള്ളവർക്ക് വേണ്ടി ഒരുക്കി വെച്ചതാണ് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിച്ചു. അതുകൊണ്ട് ആ തഖ്വയും ആ ഈമാനുമൊക്കെ സൂക്ഷ്മതയോടെ നിലനിർത്തി അമലുകളുടെ കാര്യത്തിൽ മുൻകടക്കാൻ നമുക്ക് കഴിയണം. സ്വഹാബത്ത് അത് മുൻകടന്നവരാണ്. അവരൊക്കെ പോയ സ്വർഗമാണ് നമ്മൾ കൊതിക്കുന്നതെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ അമലുകളുടെ കാര്യത്തിൽ മുൻകടന്നുകൊണ്ടേയിരിക്കും. ആ കാര്യത്തിൽ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കുക. നമ്മുടെ അമലുകൾ ബാത്തിലാകുന്ന രൂപത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. ഇപ്പോൾ നോക്കികൾ, ജുമുഅക്ക് നമ്മൾ പള്ളിയിലെത്തി. ഇന്ന് എത്ര ആളുകൾ നേരത്തെ പള്ളിയിലെത്തി? മനസ്സുകൊണ്ട് നമ്മുടെ കൽബിനോട് നമ്മളൊന്ന് ചോദിച്ചു നോക്കി. ഖതീബ് മിമ്പറിലേക്ക് കയറുന്നതിന് മുമ്പ് പള്ളിയിലെത്തുക എന്നത് നമുക്ക് റഹ്മാനായ റബ്ബ് നമ്മളോട് വിധി പറഞ്ഞതാണ്. വിധി പറഞ്ഞു. വെള്ളിയാഴ്ച ദിവസം ആ ഒരു സമയത്തിന് മുമ്പ് ഒരുങ്ങി പുറപ്പെട്ട് പോരുന്നതിന് തടസ്സമാകുന്ന ഒരു പ്രവർത്തനങ്ങളും ഏറ്റെടുക്കാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഒന്നും ഏറ്റെടുക്കാതിരിക്കുക എന്നുള്ളതാണ്. തക്കതായ ഉദറുകളുണ്ടെങ്കിൽ മാത്രം ഒരു കാരണമല്ല അങ്ങാടിയിൽ വർത്താനം പറഞ്ഞിരുന്നങ്ങാണ്ടാണ് സമയം ചിലവാക്കി, അല്ലേ? പെരിയിലങ്ങനെ വെറുതെ ഇരുന്ന് ഫോണുമ്മ കളിച്ചിരുന്ന സമയം പോയത് അറിഞ്ഞില്ല. എന്നിട്ട് പിന്നെ ജുമുഅ തുടങ്ങാൻ നേരത്ത് ഓടി പള്ളിൻ്റെ ഉള്ളിലേക്ക് പാഞ്ഞു കയറി അവരത്. തക്കതായ ഉദറുകൾ ഉണ്ടാവണം, കാരണങ്ങൾ ഉണ്ടാവണം നമ്മൾ ലേറ്റാവുന്നതിന്. ഇന്ന് എത്ര ആൾക്ക് പറയാൻ പറ്റും ജുമുഅ കിട്ടിയെന്ന്? പുണ്യകർമ്മത്തിൻ്റെ കാര്യത്തിൽ മുന്നേറാൻ, അതിൽ മുൻകടക്കാൻ സഹോദരങ്ങളെ നമ്മൾ എത്ര ശ്രദ്ധിക്കുന്നുണ്ട് നമ്മുടെ മനസ്സിനോട് ചോദിക്കാം. ദുനിയാവ് പലപ്പോഴും നമ്മുടെ ജീവിതത്തെ അങ്ങനെ പിടിച്ചു മുറുക്കുകയാണ്. ബൽ തുഅ്സിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറത്തു ഖൈറും വഅബ്ഖാ, അല്ലേ? ബാക്കിയാകുന്നത് പരലോകാൻ. ബൽ തുഅ്സിറൂനൽ ഹയാത്തദ് ദുനിയ, ദുനിയാവ് എന്നത് വെറും ഒരു കുമിളയാണ്. മനുഷ്യൻ ഇഷ്ടപ്പെടുന്നത് ദുനിയാവിനെയാണ്. ദുനിയാവിൻ്റെ പിന്നാലെ പോയിട്ട് ആഖിറത്തിലേക്ക് വേണ്ടി അധ്വാനിക്കുന്നതിനെ മറന്നു പോകുന്നൊരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ. എനിക്കുങ്ങൾക്കും അത് ഉണ്ടായിക്കൂടാ. നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. കാരണം എന്താ പറയുക സഹോദരങ്ങളെ, നമുക്കൊക്കെ ഈ ദുനിയാവിലെ ജീവിതം എന്നുള്ളത് നിസ്സാരമായി കാണുന്നതാണ്. ഈ ദുനിയാവിലെ ജീവിതം 60-70 കൊല്ലക്കാലം ജീവിച്ച് തീർക്കുന്നതിന് മുമ്പ് ആ ജീവിതകാലത്തിനിടയിൽ നേടിയെടുക്കാൻ പറ്റിയത് എന്താ? അതാണ് ആഖിറത്തേക്ക് ഉണ്ടാവുള്ളൂ. തുച്ഛമായത്, വളരെ തുച്ഛമായത് മാത്രമേ ആഖിറത്തിലേക്ക് ഉണ്ടാവുള്ളൂ. ആ മുതൽക്കൂട്ടിന് വേണ്ടി നമ്മൾ എന്തധ്വാനിച്ചു, അല്ലേ? ഒരു വെള്ളിയാഴ്ച ദിവസം പോലും ഒന്ന് നേരത്തെ പള്ളിയിലെത്തണമെന്ന് തീരുമാനിക്കാത്തവർ ജീവിതത്തിൽ ഇതിനേക്കാൾ വലിയ നഷ്ടേതാ? ഇനി വെള്ളിയാഴ്ച വന്നാലോ പള്ളിയിലൊന്ന് ചാരിയിരുന്ന് അങ്ങനെ കുറേ ഉറങ്ങി തീർത്ത്, കുറേ ചടഞ്ഞിരുന്ന് തീർത്ത്, അങ്ങനെയൊക്കെയുള്ളൊരു ജുമുഅയായി നമ്മുടെ ജുമുഅകൾ മാറരുത്. ചാരിയിരുന്നിട്ടാണ് ഉറക്കം വരുന്നതെങ്കിൽ ചാരൽ ഒഴിവാക്കണം. എത്ര ഖുത്തുബകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എത്ര ഖുത്തുബകളിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളെന്നാലും ആ ഇബ്ലീസിൻ്റെ വലയിൽപ്പെട്ടിട്ട് ഇങ്ങനെ ചാര്യ, അങ്ങനെയുണ്ട് ഉറങ്ങാൻ. ഇബാദത്തുകളോട് നമുക്കുള്ള താല്പര്യങ്ങൾ ഇബ്ലീസ് നമ്മളങ്ങനെ പിടിച്ചു വലിക്കും. എങ്ങോട്ട്? ഗഫലത്തിലേക്ക് പിടിച്ചു വലിക്കും.
ആഖിറത്തിനെ കുറിച്ചുള്ള ഗഫലത്ത്, മരണത്തെക്കുറിച്ചുള്ള ഗഫലത്ത്, പരലോകത്തെക്കുറിച്ചുള്ള ഗഫലത്ത്, അതിലേക്ക് ഇങ്ങനെ പിടിച്ചു വലിക്കും. ഖുർആൻ പറഞ്ഞല്ലോ, ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫലത്തിൻ മുഅ്രിദൂൻ. ഇഖ്തറബ ലിന്നാസ്, ജനങ്ങൾക്ക് അവരുടെ വിചാരണ അടുത്തെത്തിയിരിക്കുന്നു. അവരുടെ വിചാരണയുടെ നാൾ, ഖിയാമത്ത് നാൾ അടുത്തെത്തിയിരിക്കുന്നു. വഹും ഫീ ഗഫലത്തിൻ മുഅ്രിദൂൻ. ആ ദിവസത്തെക്കുറിച്ചുള്ള ബോധം മനുഷ്യന്, ആ ദിവസത്തെക്കുറിച്ച് മനുഷ്യൻ അശ്രദ്ധയിലാണ്. പരലോകത്തേക്ക് വേണ്ടി അധ്വാനിക്കുന്ന കാര്യത്തിൽ, പരലോകത്തേക്ക് വേണ്ടി ഒരുങ്ങുന്ന കാര്യത്തിൽ, ആഖിറത്തിലേക്ക് വേണ്ടി ശ്രദ്ധയുള്ള ജീവിതം നയിക്കുന്ന കാര്യത്തിൽ നമ്മൾ ഗഫലത്തിലാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നല്ല ബോധ്യം വേണം നമ്മുടെ കൽബിന്. ഞാനെന്ന വ്യക്തി എൻ്റെ അമലുകൾ കൊണ്ട് സ്വർഗം നേടാൻ പറ്റുന്ന പാകതയിൽ ഞാൻ ഒരുങ്ങിയിട്ടുണ്ടോ നമ്മുടെ മനസ്സിനോട് ചോദിക്കാം.